ഹലോ ഗായ്സ്, അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഇന്ന് ഞാൻ ഒരു ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അതായത് എന്റെ മുടി ഞാൻ തന്നെ സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മളെ മുടി സ്ട്രൈറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പാർലറിൽ പോയിട്ട് നല്ല പൈസ കൊടുത്തിട്ട് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ സ്ട്രെയിറ്റ്നറോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്രീമോ അല്ലെങ്കിൽ മുടിക്ക് ഹീറ്റോ ഇതൊന്നും കൊടുക്കാതെയാണ് ഞാൻ ഇന്ന് എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോണത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും എന്നറിയാം. കാരണം സ്ട്രെയിറ്റ്നറിലാണ് നമുക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്രീം യൂസ് ചെയ്യാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാണ്ടാണ് ഇന്ന് ഞാൻ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോണത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ട്രെയിറ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഇതുവരെയൊക്കെ യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മുടി നിങ്ങൾക്ക് അറിയാം, നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണ്, അല്ലെങ്കിൽ ഇതേപോലത്തെ കേളി ഹെയർ ആണ്. അപ്പൊ എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. മുടി കേടായി പോവോ എന്നുള്ളൊരു പേടിയാണ്. പിന്നെ വീട്ടിൽ തന്നെ ചെയ്യാന്ന് വെച്ചാലും സ്ട്രെയിറ്റ്നർ മുടിക്ക് ചൂട് കൊടുക്കണത് അത്രയ്ക്ക് നല്ല കാര്യമല്ല. അതുകൊണ്ട് അത് ചെയ്യാനും എന്റെ അമ്മ സമ്മതിക്കില്ല. സ്ട്രെയിറ്റ്നർ എന്റെ കയ്യിലുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ വാളെടുക്കും. വേണ്ട, ഹീറ്റ് കൊടുക്കണ്ട, മുടി നശിച്ചു പോകും, പ്രാക്കലാണ്. പിന്നെ നാളെ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി നല്ലോണം കിടക്കണം അല്ലെങ്കിൽ നല്ലോണം സെറ്റ് ചെയ്ത് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. മുടി അടിപൊളിയായിട്ട് നമുക്ക് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് റെഡി ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അതിനു മുന്നേ എന്നെയും എന്റെ ചാനലും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദേ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോണേനെക്കാട്ടി മുന്നേ ഇതാണ് എൻ്റെ മുടിയുടെ കോലം. ഈ ഒരു ചുരുണ്ട് കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ മുടി ഓൾറെഡി ചുരുണ്ടിട്ടാണ് കേട്ടോ. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോണത്. ഇത് വന്നിട്ട് ഇർക്കിളി സ്ലൈഡ് ആണ്. 2 എണ്ണത്തിന് 30 രൂപയാണ്. സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ മുടി നല്ലോണം ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കുറച്ച് മുടി സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ ഇർക്കിളി സ്ലൈഡ് ഉപയോഗിച്ച് കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സെക്ഷനും എടുക്കുമ്പോൾ ഒരു സൈഡിലേക്കാണ് ഞാൻ വെച്ചിട്ട് ഇർക്കിളി സ്ലൈഡ് കുത്തണം കേട്ടോ. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വലത്തേ ഭാഗത്തേക്ക് അല്ല, ഇടത്തേ ഭാഗത്തേക്കാണ്. എല്ലാ മുടിയും, അതായത് എൻ്റെ തലയിലുള്ള എല്ലാ മുടിയും ഒരേ ദിശയിലേക്കാണ് ഞാൻ ഇർക്കിളി സ്ലൈഡ് ഉപയോഗിച്ചിട്ട് കുത്തിവെക്കുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തല കഴുകുമ്പോൾ നല്ല ഷാംപൂ യൂസ് ചെയ്തിട്ട് നല്ലോണം തലയിൽ എണ്ണമെഴുക്കൊന്നും ഇല്ലാതെ നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാനായിട്ട്. എണ്ണമെഴുക്കുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പം നല്ലോണം ഷാംപൂ വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒരു തരത്തിലുള്ള ചെടയോ ഉടക്കോ ഒന്നും ഉണ്ടാവരുത്. അതൊക്കെ നല്ലോണം ഈരി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒരു സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ക്ലിപ്പ് കുത്താനായിട്ട്. ഞാനിത് ചെയ്യണത് ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉറങ്ങാൻ പോണതിനെക്കാട്ടി മുന്നാണ് ഞാനിത് ചെയ്യണത്. ഇത് ചെയ്തിട്ട് ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ ആണ് ഞാനിത് അഴിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല ഇത് ചെയ്യണത്, അതുകൊണ്ട് എനിക്കൊരു അരമണിക്കൂറൊക്കെ മതി. നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ ഒരു പരിപാടിക്ക് ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഈ ഒരു ഇർക്കിളി സ്ലൈഡാണ്. ഇത് സാധാരണ ഇർക്കിളി സ്ലൈഡിനെക്കാട്ടിയും കുറച്ചും കൂടി വലുപ്പമുള്ളൊരു ഇർക്കിളി സ്ലൈഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷീറ്റിന് 15 രൂപയാണ്. 2 എണ്ണമാണ് ഞാനിവിടെ എടുത്തേക്കണത്. അതിന് 30 രൂപ എൻ്റെ ഈ ഒരു സ്ട്രെയിറ്റനിങ്ങിന് ആകെ കൂടി ചിലവ് വരുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മുടി നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് മാത്രം എടുക്കുന്നു.
എടുക്കുന്നുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. കുറേശ്ശെ മുടി മാത്രമേ ഞാൻ ക്ലിപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ മുടി എല്ലാതും ഞാൻ ഇതേപോലെ ഇർക്കിൾ സ്ലൈഡ് കുത്തിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കും കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇരിക്കണത്. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഉറങ്ങാനൊരു എളുപ്പത്തിനും എനിക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്കാർഫ് എടുത്തിട്ട് തലയിൽ കെട്ടി വെക്കാറുണ്ട്. എന്നിട്ടാണ് ഞാൻ ഉറങ്ങാം. അപ്പം നമുക്ക് ഇനി രാവിലെ കാണാം. ഇനി ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ കേട്ടാ. അപ്പോൾ അതേ നേരം വെളുത്ത് പല്ലൊക്കെ തേച്ച് അതുപോലെ തന്നെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്ന് ഇതേപോലെ അഴിക്കാൻ പോണത്. അഴിക്കുമ്പോൾ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണമാണല്ലോ നമ്മൾ കുത്തി വെച്ചിരിക്കണത്. അപ്പോൾ ഊരാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. കുത്തി വെക്കാനായിട്ട് എളുപ്പമായിരിക്കും, പക്ഷെ ഊരാന് കുറച്ച് സമയം എടുക്കും. ഇന്നലെ നൈറ്റ് ഒരു 8 മണിക്കാണ് നമ്മളിത് ചെയ്ത് വെച്ചേക്കണത്. ഇന്നിപ്പം ഞാൻ ഊരുമ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഇത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും ഇർക്കിൾ സ്ലൈഡ് നമ്മുടെ തലയിൽ കുത്തി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഉറങ്ങാനായിട്ട് ഭയങ്കര എന്നല്ല, എനിക്കിത് ശീലമായി, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇർക്കിൾ സ്ലൈഡ് അവിടെ ഇവിടെ കുത്തണ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഈ ക്ലിപ്പൊക്കെ ഞാൻ അഴിക്കുന്നുണ്ട്. ഈ അഴിച്ചിടുന്ന മുടികൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തോരം ഞാൻ ഈ ചെയ്തതിന് റിസൾട്ട് ഉണ്ടെന്ന്. അതൊക്കെ നല്ലോണം തന്നെ എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഒരു എക്സ്പ്രഷൻ ഇടാത്ത ഇത് കണ്ടിട്ടെന്ന്. കാരണം എനിക്കിത് ആദ്യത്തെ റിസൾട്ട് അല്ല. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ നല്ലോണം വരണ കാരണം എനിക്ക് പിന്നെയും ഞെട്ടാൻ വയ്യ. അങ്ങനെ ഞാൻ എല്ലാ ഇർക്കിൾ സ്ലൈഡും ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞെട്ടാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരുന്നോട്ടാ. ഈ ഒരു ഒറ്റ തലയിൽ കുത്തണ ഇർക്കിൾ സ്ലൈഡ് വെച്ചിട്ട് ഇത്രയും മുടി സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഞാൻ പിന്നെയും നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ ഈ മുടി സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഒരു തരത്തിലുള്ള ക്രീമോ അല്ലെങ്കിൽ ഹീറ്റോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നറോ ഇതൊന്നും യൂസ് ചെയ്യാതെയാണ് ഇത്രയ്ക്കും റിസൾട്ട് തരുന്ന രീതിയിൽ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഫ്രണ്ടിലേക്ക് ബാക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള അവസ്ഥയും ഇപ്പോൾ എത്രത്തോളം എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടുള്ളതെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ രീതിയിൽ നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുടിക്ക് കുറച്ച് ഉള്ളു വെച്ച പോലെയും നല്ല രീതിക്ക് ലെങ്ത് വെച്ചതുപോലെയൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.